ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവിധ പാർട്ടികളിലും നമ്മൾ സ്പെഷ്യൽ ദിവസങ്ങളിലൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഉണക്കലരിയും ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു കിഡിലൻ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ അരി ഒന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഒരു 4-5 പ്രാവശ്യം ഞാനിതിനെ നല്ല പോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ പാകത്തിനൊരു വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഞാനിതിനൊരു 5 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിൻ്റെ പ്രഷറൊക്കെ മുഴുവനായിട്ടും പോയി കഴിഞ്ഞതിന് ശേഷം ഞാനിതുപോലെ തുറന്ന് നോക്കി. അപ്പം നമ്മുടെ അരിയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളവും നല്ല പാകത്തിന് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്കിതിനെ മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ദാ ഈ ഒരു വലിപ്പത്തിലുള്ള ക്യാരറ്റാണ് കേട്ടോ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു ക്യാരറ്റാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. മാക്സിമം തിന്നായി കിട്ടുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മൾ ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നെയ്യിൻ്റെ അളവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ടീസ്പൂൺ അല്ല, പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്യാരറ്റ് നല്ല പോലെ ഈ ഒരു നെയ്യിലിട്ടിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉണക്കലരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ അരി മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഇതിനൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 1/4 ലിറ്റർ പാൽ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നല്ലപോലെ കട്ടയായിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പാൽ ആദ്യം കുറച്ചൊന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം ബാക്കി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാരറ്റിലേക്ക് തന്നെ അരി ചേർത്ത് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തതുകൊണ്ടാണ് പാൽ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പാലും കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ സംഭവം എന്താണ് റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ. നമ്മൾ ഉണക്കലരിയും ക്യാരറ്റും വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പായസമാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പായസത്തിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുത്തതുകൊണ്ടാണ് നല്ലൊരു യെല്ലോ കളർ ഉള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഏലക്കയുടെ കുരു മാത്രം ചതച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു പായസം റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത്. പാലിൽ മാത്രമാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 1/4 ലിറ്റർ പാൽ ഇതിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിലും അത് നല്ല പോലെ ഒന്ന് വറ്റിച്ച് നമുക്ക് 1 ലിറ്ററിന് താഴെ ആവുന്ന രീതിയിൽ വരെ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പായസം നമ്മൾ തേങ്ങാപ്പാലിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ സാധാരണ നമ്മൾ പഞ്ചസാരയൊക്കെ കാരമലൈസ് ചെയ്തിട്ട് പിങ്ക് കളറിലുള്ള അരിപ്പായസം റെഡിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഇതേപോലെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കളറൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു കളറിലാണ് നമ്മുടെ പായസം കിട്ടുക. പിന്നെ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നമ്മുടെ പായസം കുറച്ചൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ അടുത്തായിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് ഇനി ഇതിനെ ഒന്നും കൂടെ നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ അരി സെപ്പറേറ്റ് ആയിട്ട് നല്ല പോലെ വേവിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ പായസം റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ പായസം നല്ല പോലെ തിക്കായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പായസമൊക്കെ ഏകദേശം നല്ല പോലെ ഒന്ന് തിക്കായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാനിതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഏകദേശം നല്ല പോലെ ഒന്ന് കുറുകി നല്ല തിക്കായിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചൂടാറി വരുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ നല്ലൊരു കട്ടിയായിട്ട് വരും. അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിമൊക്കെ കൂടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഒക്കെ ഒന്ന് തൂമിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ മുന്തിരി മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മാത്രമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നമ്മൾ അടച്ച് വെക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ അതാ കുറച്ചൊന്ന് ചൂടാറി വന്ന ആ ഒരു സമയത്ത് ഈ ഒരു തിക്കിലാണ് കേട്ടോ നമ്മുടെ പായസം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം ചൂടാറി വരുന്നോ അതിനനുസരിച്ച് നമ്മുടെ പായസം നല്ലപോലെ തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ചൂടിൽ തന്നെയാണ് ഉള്ളത്. പൊതുവെ അരിപ്പായസമൊക്കെ എല്ലാവരും റെഡിയാക്കി എടുക്കുന്നത് തന്നെ ആവും. അതിലേക്ക് ക്യാരറ്റ് ചേർത്തിട്ട് ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇനി ഇതേ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റുള്ള പായസം തന്നെയാണ് കേട്ടോ. സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളിലും അതുപോലെ തന്നെ പാർട്ടികളിലൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു പായസം റെഡിയാക്കി കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.